ഓം ശാന്തി. ഒരു സെക്കൻഡിൽ ഏകാഗ്രമായി ഞാൻ സ്വയം തന്നെ മാസ്റ്റർ ജ്ഞാനസൂര്യനായി അനുഭവം ചെയ്യുന്നു. ഞാൻ മാസ്റ്റർ ജ്ഞാനസൂര്യനായി വിശ്വത്തിൻ്റെ ആകാശത്തിൽ പ്രകാശിക്കുന്നു. മുഴുവൻ വിശ്വത്തിലേക്കും സർവശക്തികളുടെ കിരണങ്ങൾ നൽകുകയാണ്. വിശ്വത്തിലെ വികാരങ്ങളാകുന്ന അഴുക്കിനെ നശിപ്പിക്കുന്നു. വിശ്വത്തിൻ്റെ വായുമണ്ഡലത്തെ ശുദ്ധമാക്കുന്നു. മുഴുവൻ പ്രകൃതിയും സത്വപ്രധാനമായി മാറുന്നു. ഞാൻ വിധാതാവാകുന്നു, തപസ്വിയാകുന്നു. ബാപ്പ് ദാദ എല്ലാ കുട്ടികളുടെയും ഭാഗ്യത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയും ഹോളിയസ്റ്റ് ആണോ അത്രയും ഹയസ്റ്റ് ആണ്. ഞാൻ എൻ്റെ ഭാഗ്യത്തെ അറിയുന്നു. ഞാൻ പരമാത്മാ പാലന, പരമാത്മാ പഠനം, പരമാത്മാ വരദാനങ്ങളാൽ പാലിക്കപ്പെടുന്നു. ഞാൻ ഭാവിയിലെ വിശ്വരാജ്യ അധികാരിയാകുന്നു. പിന്നീട് പൂജ്യരാകുമ്പോഴും വിധിപൂർവമായ പൂജ നടക്കുന്നു. കർമ്മയോഗിയായി കർമ്മം ചെയ്യുന്നതിൻ്റെ വിധിയുടെ ഫലമായി പൂജയും വിധിപൂർവം നടക്കുന്നു. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ അടിസ്ഥാനം പവിത്രതയാണ്. സങ്കല്പത്തിൽ പോലും അപവിത്രതയുണ്ടായാൽ ശ്രേഷ്ഠമാകാൻ സാധ്യമല്ല. പവിത്രത സുഖത്തിൻ്റെയും ശാന്തിയുടെയും മാതാവാണ്. സർവപ്രാപ്തികളുടെയും താക്കോലാണ്. യോഗാഗ്നിയിലൂടെ അപവിത്രത കത്തിച്ചു കളയുന്നു. അതിൻ്റെ ഓർമ്മ ചിഹ്നമായി മനുഷ്യ തീ കത്തിച്ച് ഹോളി ആഘോഷിക്കുന്നു. പവിത്രമാകുന്നതിൻ്റെ ഓർമ്മ ചിഹ്നമായി മിലനം ആഘോഷിക്കുന്നു. പരമാത്മാ കൂട്ടുകെട്ടിൻ്റെ നിറത്തിൽ ചുവക്കുന്നു. സർവരുടെ പ്രതിയും ശുഭഭാവന, ശുഭകാമനയുടെയും മിലനം ആഘോഷിക്കുന്നു. ബാപ്പ് ദാദ ഓർമ്മിപ്പിക്കുകയാണ്, സദാ ഓരോരുത്തരിൽ നിന്നും ആശീർവാദങ്ങൾ എടുക്കൂ, ആശീർവാദങ്ങൾ കൊടുക്കൂ. ആരെങ്കിലും ശപിക്കുകയാണെങ്കിൽ സ്വയം ദുഃഖത്തിൻ്റെയും അശാന്തിയുടെയും അനുഭവം ചെയ്യുന്നു. ബാബയുടെ ശ്രീമതമാണ് സുഖം കൊടുക്കൂ, സുഖമെടുക്കൂ.
ഞാൻ ഈ ദൃഢസങ്കല്പം ചെയ്യുന്നു. ദൃഢതയാണ് സഫലതയുടെ താക്കോൽ. ഈ സങ്കല്പം ഞാൻ ഇമോർജാക്കി വെക്കുന്നു. വിജയത്തിൻ്റെ ഡ്രാമ ഉണ്ടാക്കി കഴിഞ്ഞതാണ്. ഇതിനെയാണ് നിശ്ചയബുദ്ധി വിജയന്തി എന്ന് പറയുന്നത്. എല്ലാം മുൻകൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള നാടകമാണ്. സർവശക്തിവാനായ ബാബ എൻ്റെ കൂടെ കമ്പൈൻഡാണ്. ബാബ പരമധാമത്തിൽ നിന്ന് വന്നിരിക്കുന്നു കുട്ടികളുടെ സഹയോഗിയാകാൻ. ഞാൻ ബാബയുടെ സ്നേഹത്തിൽ ലൗലീനമായിരിക്കുന്നു. സ്നേഹം എന്നെ പരിശ്രമത്തിൽ നിന്നും മുക്തമാക്കുന്നു. ബാബ പരമധാമത്തിൽ നിന്ന് എനിക്കായി സമ്മാനം കൊണ്ടുവന്നിരിക്കുന്നു. കൈക്കൂമ്പിളിൽ സ്വർഗം കൊണ്ടുവന്നിരിക്കുന്നു. അതിനാൽ ഞാൻ പരിശ്രമത്തിൽ നിന്നും മുക്തമായി സ്നേഹത്തിൽ മഗ്നമായിരിക്കുന്നു. ഞാൻ മായയുടെ യുദ്ധത്തിൽ നിന്നും മുക്തമാകുന്നതിൻ്റെ ഹോളി സങ്കൽപ്പത്തിൽ കത്തിക്കുന്നു. വർത്തമാന സമയം ബാപ്പ് ദാദ വിശേഷമായി 2 കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്നു. ഒന്ന്, ഫുൾ സ്റ്റോപ്പ്, ബിന്ദുവിടൂ. രണ്ടാമത്തേത്, സമ്പാദ്യം ശേഖരിക്കൂ. 3 ഖജനാവുകൾ വിശേഷമായി ശേഖരിക്കണം. ആദ്യത്തേതാണ് പുരുഷാർത്ഥത്തിൻ്റെ പ്രാപ്തി, അതായത് പ്രത്യക്ഷ ഫലം ശേഖരിക്കുന്നു. രണ്ടാമത്തേത് സന്തുഷ്ടമായിരിക്കുന്നു, സന്തുഷ്ടരാക്കുന്നു. മൂന്നാമത്തേതാണ് സേവനത്തിലൂടെ സേവനത്തിൻ്റെ ഫലം ശേഖരിക്കുന്നു. നിമിത്തഭാവം, നിർമ്മാണഭാവം, നിർമ്മലവാണി, പരിധിയില്ലാത്ത സേവനം. ബാബ എന്നെ നിമിത്തമാക്കി ചെയ്യിപ്പിക്കുന്നു. ഞാൻ ദാതാവാകുന്നു, വിധാതാവാകുന്നു, ലേവതയല്ല. മാസ്റ്റർ സൂര്യനായി അനുഭൂതിയുടെ കിരണങ്ങൾ 4 ഭാഗത്തും വ്യാപിപ്പിക്കുന്നു. സുഖം, ശാന്തി, സന്തോഷം, സഹയോഗത്തിൻ്റെ കിരണങ്ങൾ മുഴുവൻ വിശ്വത്തിലേക്കും വ്യാപിപ്പിക്കുന്നു, അനുഭൂതി ചെയ്യിക്കുന്നു. ഞാൻ വിധാതാവാകുന്നു, തപസ്വിയാകുന്നു. ദുഃഖത്തിൻ്റെ അലകൾ മാറി പുഞ്ചിരിയുണ്ടാകുന്നു. ദൃഷ്ടിയിലൂടെ ധൈര്യം കിട്ടുന്നു. സമ്പർക്കത്തിൽ വരുന്നവർക്ക് ധൈര്യം, ഉന്മേഷം, ഉത്സാഹം സഹയോഗത്തിലൂടെ നൽകുന്നു. ബാപ്പ് ദാദ ദിവസേന സ്നേഹത്തിൻ്റെ മസാജ് തരുന്നു. ഈ മസാജ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. സേവനത്തിൽ നിമിത്തമായി ഞാൻ മുന്നോട്ട് പോകുന്നു. ബാബ തന്നിരിക്കുന്ന വരദാനമാണ് അംഗദന് സമാനം. അചഞ്ചലരും ദൃഢതയുള്ളവരുമായി ഭവിക്കൂ. ഞാൻ നോളജ്ഫുൾ സ്ഥിതിയിലൂടെ പരിതസ്ഥിതികളെ അതിജീവിക്കുന്നു. ഞാൻ യോഗാഗ്നി ജ്വലിപ്പിച്ചു വെക്കുന്നു.
നോളജ്ഫുൾ ആണെങ്കിൽ വിഘ്നങ്ങൾ സ്വതവേ സമാപ്തമാക്കുന്നു. ശുദ്ധ സങ്കല്പങ്ങളുടെ ഖജനാവ് ശേഖരിച്ചാൽ വ്യർത്ഥ സങ്കല്പങ്ങളിൽ സമയം നഷ്ടമാകില്ല. ഓം ശാന്തി.